അന്നദാനം ഉണ്ട് തോന്നുന്നു, ചോറിച്ചു തരാം. തെയ്യം കാണാൻ പോയിട്ട് അടുത്ത അന്നദാനം തിന്നാണ്ട് വന്ന അങ്ങനെ ശരിയാവാ. അതിൻ്റെ ഇടയ്ക്ക് നമ്മ കുറെ പിള്ളേർ പരിചയപ്പെട്ടിട്ടോ. അവരുടെ കയ്യിൽ മറ്റു പൊട്ടാസെല്ലാം ഉണ്ടായിരുന്നു. തെയ്യപ്പറമ്പിൽ പോയാൽ നമുക്ക് ഇതുപോലത്തെ കുറെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡാന്ന് ഓർമ്മയായിരുന്നു. അപ്പൊ എങ്ങനെയാ നമുക്ക് ചോറ് വയ്ക്കാൻ പോയാലോ? എന്നല്ല കറി പുളിങ്കറി എന്ന് പറയും. നമ്മുടെ പുളിശ്ശേരി. ഇതെന്താണ്? എങ്ങനെയെങ്കിലും തെയ്യം ഉത്സവം വരുമ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള ഏച്ചിമാരെയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കാണുന്നത്. അപ്പൊ ഒന്നിച്ചു കൂടി ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വർത്താനം പറഞ്ഞിരിക്കുക വേറെ തന്നെ രസമല്ലേ. 4 വർഷമായിട്ട് ഞാൻ കൊച്ചിയിൽ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 2 മാസം കൂടുമ്പോൾ ഒന്ന് വീട്ടിൽ വന്നാലായി. അതിൻ്റെ ഇടയ്ക്ക് എത്രയോ തെയ്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. എല്ലാം കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. കൊച്ചിയിലെ ആ സിറ്റി ലൈഫും ട്രാഫിക്കും ബ്ലോക്കും ഇതെല്ലാം വിട്ടിട്ട് നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് കാഴ്ച വരാനുള്ള ടൈമായേ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള കാഴ്ചവരവും പരിപാടികളും മാത്രമേ ഈ ഒരു അമ്പലത്തിൽ ഉണ്ടാവാറുള്ളൂ. അപ്പൊ അതൊന്ന് കണ്ടാലോ? ഭഗവതി